ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഒരു പ്രധാന പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോറ, റസ്മിൻ, ജാസ്മിൻ ഇവരോട് 3 പേരോടും സിബിന് പണിഷ്മെന്റ് കൊടുക്കാൻ ലാലേട്ടൻ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡില്. സിബിൻ ചെയ്തത് എന്തോ വലിയ ആന തെറ്റാണെന്ന് പ്രൊജക്ട് ചെയ്ത് അയാൾക്ക് എത്ര പണിഷ്മെന്റുകളാണ് കൊടുത്തത് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ മനസ്സിലാകത്തുള്ളൂ. 1, ഒരാഴ്ച നോമിനേഷനിലിട്ടു ഡയറക്റ്റ് ആയിട്ട്. 2, പവർ റൂം അധികാരം ഇനി സിബിനില്ല ഈ ആഴ്ച. 3, ടാസ്കിൽ പങ്കെടുക്കാൻ ലാലേട്ടൻ അനുവദിച്ചില്ല. 4, പവർ റൂമിൽ നിന്നും ഇപ്പൊ തന്നെ കെട്ടിപ്പറക്കി ഇറങ്ങണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇറങ്ങണം. 5, 3 ദിവസത്തെ പാത്രം കഴുകുന്ന ഡ്യൂട്ടി. ആദ്യത്തെ 4 എണ്ണവും നമുക്ക് പോട്ടെ എന്ന് വെക്കാം തൽക്കാലത്തേക്ക്, കാരണം അതൊക്കെ ബിഗ് ബോസ് കൊടുത്ത ശിക്ഷയാണ്. അതിനെയൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 5-ാമത്തേത് ലാലേട്ടൻ നിർദ്ദേശപ്രകാരം നോറയും റസ്മിനും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു ശിക്ഷയാണ്. ഇവർ ഈ ഒരു ചെറിയ ചർച്ചക്കിടയിൽ 2 പേരും കൂടി പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് 2നെയും എടുത്ത് കാലേ വാരി നിലത്തടിക്കാൻ തോന്നി. ഒരു മടിയും ഇല്ലാതെ തന്നെ പറയാം. നോറ പറയുകയാണ് അയാൾക്ക് പ്ലസ് ആവുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് ഒന്നും കൊടുക്കണ്ട, ക്രിയേറ്റീവ് പണിഷ്മെന്റ് ഒന്നും കൊടുക്കണ്ട എന്ന്. അപ്പോൾ റസ്മിൻ വാ പൂട്ടി മിണ്ടാതിരിക്കുന്ന പണിഷ്മെന്റ് കൊടുത്താലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നോറ പറയുന്ന അതും അയാൾക്ക് പ്ലസ് ആയിട്ട് വരും, അതുകൊണ്ട് അങ്ങനത്തെ പണിഷ്മെന്റ് ഒന്നും വേണ്ട. എന്നിട്ട് 2 പേരിൽ ആരോ ഒരാൾ പറയുകയാണ് പാത്രം കഴുകി അവന്റെ നടുപൊടിയട്ടെ, ആ ഡ്യൂട്ടി കൊടുക്കാം, അതാകുമ്പോ അവന്റെ നടുപൊടിഞ്ഞ് അവൻ കിടന്നോളും എന്ന. എന്ത് ക്രൂരതയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. മനുഷ്യത്വ രഹിതമായ വർത്താനമാണ് പറഞ്ഞത്. മാനസിക പരിഗണന എന്ന് പറഞ്ഞ് ഘോരം പ്രസംഗിക്കുന്ന 2 എണ്ണമാണ് സിബിന്റെ നടുപൊടിയട്ടെ എന്ന് പറഞ്ഞ് ഡിഷ് വാഷിംഗ് ഡ്യൂട്ടി കൊടുത്തത്. ഇതിന് മാത്രം വലിയ തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല എന്നതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്. ഇനി തെറ്റ് ചെയ്തെങ്കിൽ തന്നെ സിബിന് ശിക്ഷ കൊടുക്കാൻ ഇവരാണോ ബിഗ് ബോസ്? 4 ശിക്ഷ ബിഗ് ബോസ് കൊടുത്തത് പോരാഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇവരും ഒരു ശിക്ഷ കൊടുക്കണമെന്ന് ബിഗ് ബോസ് എന്തിനു പറഞ്ഞു? അത്ഭുതം തോന്നുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. നന്ദനെ തല്ലാൻ ഓങ്ങുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ജയദീപ് കുറ്റക്കാരനല്ല. ജയദീപിന് ഈ പറഞ്ഞ പണിഷ്മെന്റ് ഒന്നും തന്നെ ഇല്ല. അർജുൻ നടത്തിയ പരാമർശം തെറ്റേയല്ല, അർജുന് പണിഷ്മെന്റ് ഒന്നുമില്ല. റസ്മിൻ വേസ്റ്റ് എറിഞ്ഞത് ആ ആഴ്ച ലാലേട്ടൻ ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ഇവർക്ക് ചില ആളുകളുണ്ട്, സിബിൻ, അഭിഷേക് ശ്രീകുമാർ, പിന്നെ ജിൻഡോ, ഇവരെ എപ്പോഴും റേഡാറിൽ കൊണ്ടുവന്ന് ഇതേപോലെ ശിക്ഷകൾ മേടിച്ചു കൊടുക്കും. അതേ ബിഗ് ബോസിന് ചെയ്യാൻ അറിയത്തുള്ളൂ. പിന്നെ ജാസ്മിൻ ഇന്നലെ ജയിലിൽ കിടന്ന് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ജയിലിന്റെ നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ് ചെയ്തത്. അതും ബിഗ് ബോസിന് ചോദിക്കണ്ട, ലാലേട്ടന് ചോദിക്കണ്ട. എന്തായാലും ബിഗ് ബോസിന്റെ ഫേവറിസം കൊള്ളാൻ കേട്ടോ. എല്ലാം കൃത്യമായിട്ട് പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിബിനെ തഴയാൻ നോക്കും തോറും സിബിൻ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ.